ഇറാനിൽ 11ാം ദിവസവും ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് സുരക്ഷിതമാക്കുകയാണ് സൈനിക നടപടിയിലുള്ള ലക്ഷ്യമെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയാണ് ഇന്നും അമേരിക്ക ആക്രമണം നടത്തിയത്. കൂടാതെ ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരെ ഉപരോധവും ശക്തമായി നടപ്പാക്കുകയാണ് US സെൻട്രൽ കമാൻഡ്. 8 കപ്പലുകൾ ഇന്നലെ വരെ തിരിച്ചയച്ചുവെന്നും സെൻട്രൽ കമാൻഡ് വിശദീകരിക്കും. You're talking about the centrifuges. Yeah, it doesn't mean anything unless they have the material. They don't have. We follow the material. That's where the action is, and we'll be hitting that area probably pretty soon. And there's not a thing they can do about it. Normally I wouldn't say that. If I thought they could do something about it, I would never say that. But we'll be hitting that area pretty soon, and very heavily. വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇറാനിൽ 11ാം ദിവസവും ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഹോർമൂസ് സുരക്ഷിതമാക്കുകയാണ് സൈനിക നടപടിയിലേക്കുള്ള ലക്ഷ്യമെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഐസൺ? ഇറാനിൽ 11ാം ദിവസവും ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഹോർമൂസ് സുരക്ഷിതമാക്കുകയാണ് സൈനിക നടപടിയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയാണ് ഇന്നും അമേരിക്ക ആക്രമണം നടത്തിയത്. കൂടാതെ ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധവും ശക്തമായി നടപ്പാക്കുകയാണ് സെൻട്രൽ കമാൻഡ്. 8 കപ്പലുകൾ ഇന്നലെ വരെ തിരിച്ചയച്ചു എന്നും സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജന, ഏറ്റവും നിർണായകമായ 2 വിഷയങ്ങളാണ് ഇന്ന് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ 11ാം ദിവസവും ഈ ആക്രമണം ശക്തമായി തുടരുകയാണ്. നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോർമൂസ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിൽ ഹോർമൂസിൽ സംഘർഷം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന ഇറാന്റെ നീക്കങ്ങൾ നടത്തുന്ന പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കപ്പലുകൾ തിരിച്ചയച്ചതും, അതായത് 6 കപ്പലുകൾ തിരിച്ചയച്ചു എന്നാണ് നേരത്തെ അറിയിച്ചതെങ്കിൽ ഇന്ന് അതിനേക്കാൾ കൂടുതൽ 8ഓളം കപ്പലുകൾ ഇപ്പോൾ തിരിച്ചയച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു പരാമർശം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അല്പസമയം മുമ്പ് ട്രംപ് വിശദീകരിക്കുകയും ചെയ്തത് പിക്കാക്സ് മൗണ്ടൻ, അതായത് ആണവ സംവിധാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന അതിന്റെ സെൻട്രിഫ്യൂജും സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള സെൻട്രിഫ്യൂജും അതുപോലെ തന്നെ ആണവ ശേഖരവും സൂക്ഷിച്ചിരിക്കുന്ന ആ മലനിരകളിൽ ആക്രമണം നടത്താനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. വൈകാതെ തന്നെ അവിടെ ആക്രമണം ഉണ്ടാകുമെന്ന കൃത്യമായ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ട്രംപ് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും വലിയൊരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമുക്കറിയാവുന്നതാണ്, വലിയ രീതിയിലുള്ള പടയൊരുക്കങ്ങളെല്ലാം തന്നെ ഇറാന്റെ എതിരെ അമേരിക്ക നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സൗകര്യങ്ങൾ ഒരുക്കുന്നു, അതുപോലെ റീഫ്യൂലിംഗ് വിമാനങ്ങൾ എത്തിക്കുന്നു. അത്തരത്തിലുള്ള വിശാലമായ സൈനിക നീക്കങ്ങൾക്കുള്ള സംവിധാനങ്ങൾ മേഖലയിൽ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തള്ളിക്കളയാനാവില്ല എന്ന് ട്രംപ് തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അതീവ ഗൗരവമേറിയ ഒരു പശ്ചാത്തലം ഇതിന് പിന്നിലുണ്ട്. ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചന തന്നെയാണ് ലഭ്യമാകുന്നത്. ശരി.